എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന ഫയർമാൻ ഫയർ വുമൺ എക്സാമിന് ചോദിച്ചിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലെയും SCRT ടെക്സ്റ്റ് ബുക്കിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. +2 ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കൂടുതലും NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന എല്ലാ എക്സാമിൻ്റെയും സോഴ്സ് പ്ലേലിസ്റ്റ് ആക്കി ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. PSC ചോദിച്ചേക്കുന്ന ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. എക്സാമിന് ആദ്യം തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗൗരി പാർവതി ബായി ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ആണ്. കേരള ഹിസ്റ്ററി സപ്ലിമെന്ററി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിലെ ചാപ്റ്റർ ആണ്. അതിൽ 2 ചാപ്റ്റർ ഉണ്ട്. 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം ആധുനികതയിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ SCRT ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് NCERT ആണ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ അധികം പോയിന്റ്സ് ഉള്ള ചാപ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അവധിനെയാണ്. ഇത് നമ്മുടെ NCERTയിലുള്ള പോയിന്റ് ആണ്. +2 തന്നെ ചാപ്റ്റർ ആണ്. കലാപകാരികളും രാജും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. PSC ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇതിൽ ക്ലിയർ ആയിട്ട് അവധിലെ കലാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി 1851 ഗവർണർ ജനറലായ ഡൽഹൌസി അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്നാണ് വിശേഷിപ്പിച്ചത്. 5 വർഷങ്ങൾക്ക് ശേഷം 1856 അവധ് രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 63/2026 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇത് നമ്മുടെ SCERTയിലുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പഴയ SCERT ആണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ, സമരവും സ്വാതന്ത്ര്യവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ പറയുന്നുണ്ട്, 1921 ലാഹോറിൽ വെച്ച് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചോദിച്ചിട്ടുണ്ട്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്നും ചോദിച്ചിട്ടുണ്ട്. നെഹ്റു ആയിരുന്നു. 1929 അതിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. +2 ലെവൽ അതുപോലെ ഡിഗ്രി ലെവൽ പിന്നെ LDC മെയിൻസ് ഈ ലെവൽ എക്സാമിന് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഏതാണെന്ന് പറയാം. +2 ഹിസ്റ്ററിന്ന് നമുക്ക് പഠിക്കേണ്ട 2 ടെക്സ്റ്റ് ആണ്. ഹിസ്റ്ററി ടേംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി പാർട്ട് 3യും പിന്നെ കേരള ഹിസ്റ്ററി സപ്ലിമെന്റ്, ഈ 2 ടെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ടത്. ഇതിൽ പാർട്ട് 3യിൽ വരുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നിന്നാണ് PSC കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും പിന്നെ കലാപകാരികളും രാജും. ഇതിലാണ് 1857 വിപ്ലവത്തെ കുറിച്ചൊക്കെ പറയുന്നത്. പിന്നെ മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും പിന്നെ വിഭജനത്തെ മനസ്സിലാക്കാൻ. ഈ 4 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേരള സപ്ലിമെന്ററി ഹിസ്റ്ററി അതിൽ വരുന്നതാണ് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആധുനിക പൂർവ്വ കേരളം പിന്നെ കേരളം ആധുനികതയിലേക്ക്. ഈ 6 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. PSCക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം.
എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തത് എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യ വിതരണം. ഇത് NCERT എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. +1 എക്കണോമിക്സിലെ ചാപ്റ്റർ ആണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന. ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തില് ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അതായത് വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യ വിതരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ആഗോളവൽക്കരണമാണ്. ഇതും സെയിം ടെക്സ്റ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. +1 തന്നെ എക്കണോമിക്സിലെ ചാപ്റ്റർ 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സമന്വയിപ്പിക്കുന്നതാണ് എന്ത്? ആഗോളവൽക്കരണം. ഈ ചാപ്റ്റർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. എക്കണോമിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട NCERT ടെക്സ്റ്റിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. PSC അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. പിന്നെ ഭൂപ്രദേശങ്ങളിലെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കുക, ഇത് രണ്ടും ശരിയാണ്. ഇത് വന്നിരിക്കുന്നതും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. +1 പൊളിറ്റിക്കൽ സയൻസ്, അതിൽ 6ാമത്തെ ചാപ്റ്റർ പൗരത്വം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഭാഗം 2ലാണ് വരുന്നത്. അതും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പൗരത്വത്തെയാണ് ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ, അതുപോലെ തന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള മാർഗങ്ങൾ 5 രീതിയിലാണ്. എങ്ങനെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പിന്നെ ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പിന്നെ പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. 5 പഠിച്ചു വെക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ പൗരത്വം നഷ്ടപ്പെടുന്നതും ചോദിക്കാറുണ്ട്. 3 രീതിയിലാണ്. ഒന്നുകിൽ സ്വയം വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ടെർമിനേഷൻ, പൗരത്വം നിർത്തല്, മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്ന വഴി നഷ്ടപ്പെടും. പൗരത്വം 5 രീതിയിൽ നമുക്ക് ആർജിക്കാം. എങ്ങനെയൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പിന്നെ പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. പൗരത്വം നഷ്ടപ്പെടുന്നത് 3 രീതിയിലാണ്. സ്വയം വേണ്ടെന്ന് വയ്ക്കുക, പൗരത്വം നിർത്തൽ, മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുമ്പോൾ. അടുത്ത രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ പറ്റി ശരിയായിട്ട് വരുന്ന നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം വരുന്നത് ആർട്ടിക്കിൾ 29, 30ലാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഇത് പുതിയ SCERT ഈ 2 ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. പുതിയ SCERT 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ ചാപ്റ്റർ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം വരുന്നത് 29, 30ആണ്. പിന്നെ നിർദ്ദേശക തത്വങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. പിന്നെ പഠിച്ചു വെക്കണം, ഭാഗം 4ലാണ്. അതൊക്കെ PYQ ആണ്. ഭാഗം 4ലാണ്. പിന്നെ നമ്മൾ കടമെടുത്തിരിക്കുന്ന അയർലൻഡിൽ നിന്നാണ്. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്തത് വരുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. പിന്നെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് സ്ഥിര അധ്യക്ഷനും താൽക്കാലിക അധ്യക്ഷനും. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. +1
ചാപ്റ്റർ ആണ് പൊളിറ്റിക്കൽ സയൻസിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഈ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന രൂപീകരിക്കുന്നത്. ആദ്യത്തെ സമ്മേളനം നടന്നതെന്നാണ് 1946 ഡിസംബർ 9-നാണ്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ഓഗസ്റ്റ് 14 വീണ്ടും സമ്മേളിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പിന്നെ പറഞ്ഞാണ് 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ് സീറ്റ്. അതുപോലെ പഠിച്ചു വെക്കണം. നാട്ടുരാജ്യങ്ങൾക്ക് എത്രയായിരുന്നു? 93 സീറ്റായിരുന്നു. അതുപോലെ തന്നെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാര്, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ച് നൽകി. പിന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. പിന്നെ നാട്ടുരാജ്യങ്ങളിൽ എങ്ങനെയാണ്? കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. ഇന്ത്യൻ റെയിൽവേയും റവന്യൂ സർവീസുമാണ് വരുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന പഴയ SCERT ആണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, 3ാമത്തെ പൊതുഭരണം. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ ആണ്. IASഉം IPSഉം വരുന്ന എവിടെയാണ്? ഓൾ ഇന്ത്യ സർവീസിലാണ് വരുന്നത്. സംസ്ഥാന സർവീസിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ. അഖിലേന്ത്യാ സർവീസിൽ എങ്ങനെയാണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിൽ നിയമിക്കും, സംസ്ഥാന സർവീസിൽ നിയമിക്കും. IASഉം IPSഉം ഒക്കെ. കേന്ദ്ര സർവീസ് ആണെങ്കിലും ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കും. കേന്ദ്ര ഗവൺമെന്റ് അധികാരമുള്ള ഭരണവകുപ്പിൽ മാത്രമാണ് നിയമിക്കുന്നത്. എക്സാമ്പിൾ ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേയുമാണ്. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കുന്നു. അടുത്ത ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജില്ലാ കൗൺസിലാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന പുതിയ SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ. ഇവിടെ ക്ലിയർ ആയിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നഗരപാലിക സംവിധാനത്തെ 2ആയിട്ടാണ്. മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അടുത്തത് സയൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളെ തുളച്ചു കയറി ഉണ്ടാകുന്ന തരം ഒടിവ് ഏതാണ്? കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ആണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന പുതിയ SCERT ആണ്. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. നിവർന്നു നിൽക്കാം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ അസ്ഥിഭംഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനുമാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം, സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേ മുറിവ് ഉണ്ടായിരിക്കും. നമ്മളോട് എക്സാമിന് ചോദിച്ചത് എന്താണ്? ആന്തരിക അവയവങ്ങളെ തുളച്ചു കയറി ഉണ്ടാകുന്ന ഒടിവാണ് ചോദിച്ചത്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നുണ്ട്. അടുത്ത താഴെ പറയുന്നതിൽ ഖാരിഫ് വിള സീസണുമായിട്ട് ബന്ധപ്പെട്ട മാസങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജൂൺ സെപ്റ്റംബർ ആണ്. ഇത് വന്നിരിക്കുന്നത് പുതിയ SCERT 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, സോഷ്യൽ സയൻസിലെ. ഇതിൽ ക്ലിയർ ആയിട്ട് കാർഷിക കാലങ്ങൾ, ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. അതിന്റെ ജൂൺ ടു സെപ്റ്റംബർ മാസത്തിലാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാലാവസ്ഥയാണ്
ഖാരിഫ് വിളകൾക്ക്. ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമാണ്. ഖാരിഫ് വിളകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. എക്സാമ്പിളും പഠിക്കണം, ചോദിക്കുന്നതാണ്. പിന്നെ റാബിയുടെ കാര്യമാണ് പറയുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെയാണ് റാബി കാലം ആരംഭിക്കുന്നത്. ഊഷ്മാവും ജലവും മിതമായിട്ട് മതി. റാബി വിളകൾ ഏതാന്ന് പഠിക്കണം. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, കടുക്, ഇവയൊക്കെയാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കും. പിന്നെ അടുത്തത് സയ്യിദാണ്. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്യിദ്. എക്സാമ്പിൾ പഠിക്കുക. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികള്, കാലിത്തീറ്റ. ഇത് പഠിക്കണം. 3 കാർഷിക കാലവും ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ് ഏത്? തുറമുഖങ്ങള്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഏതാണ്? കന്നുകാലി പരിപാലനമാണ്. സംയുക്ത ലിസ്റ്റിൽ വരുന്നതാണ് മായം ചേർക്കൽ. ഇത് വന്നിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. NCERT +1 കോൺസ്റ്റിറ്റ്യൂഷണൽ ചാപ്റ്റർ ആണ്. 7ാമത്തെ ചാപ്റ്റർ ഫെഡറലിസം. ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം. കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ്. ഇത് 3 പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അവശിഷ്ട അധികാരങ്ങളിലും വരുന്നത് പഠിക്കണം. ഈ 3 ലിസ്റ്റിലും വരാത്തതാണ് ഏത്? അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നത്. അതിൽ ചോദിക്കുന്നത് സൈബർ നിയമങ്ങളാണ്. സൈബർ നിയമങ്ങൾ വരുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. സംയുക്ത ലിസ്റ്റിൽ വരുന്നത് നമ്മളോട് ചോദിച്ചതായിരുന്നു മായം ചേർക്കല്. ബാക്കിയെല്ലാം പഠിക്കണം. വിദ്യാഭ്യാസമൊക്കെ റിപ്പീറ്റഡ് PVQ ആണ്. പിന്നെ കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങള്, പിന്നെ തൊഴിലാളി സംഘടനകൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും ഇമ്പോർട്ടന്റ് ആണ്. ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാം. കേന്ദ്ര ഗവൺമെന്റിനും പറ്റും, സംസ്ഥാന ഗവൺമെന്റിനും പറ്റും. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങള്, തൊഴിലാളി സംഘടനകള്, മായം ചേർക്കല്, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശം. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്? കൃഷി, പോലീസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജയില്, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പിന്നെ പൊതുജനാരോഗ്യം PVQ ആണ്. പിന്നെ ഭൂമി, മദ്യവും PVQ ആണ്. വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസ്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്? കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം. അടുത്ത കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാല്, കമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖങ്ങള്, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. എല്ലാം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം. അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നതാണ് ഏത്? സൈബർ നിയമങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മിശ്രവേലിയെ പറ്റി തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ശരി. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെയാണ് മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നത്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. +1 ചാപ്റ്റർ ആണ്. ജോഗ്രഫിയിലെ സമുദ്ര ചലനങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ മിശ്ര വേലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവിധതരം വേലിയേറ്റങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് മിശ്ര വേലികൾ. എന്താണ്? ഉയരത്തിൽ വ്യത്യാസങ്ങളുള്ള വേലിയേറ്റങ്ങളാണ് എന്ത്? മിശ്ര വേലികൾ. ഇതാണ് എക്സാമിന് ചോദിച്ചത്. അടുത്തത്, അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതും +1 തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ളത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തത്, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്?
ദോഡാബെട്ടയാണ്. ഇതും NCERT ജോഗ്രഫിയിലുള്ളതാണ്. ഭൂപ്രകൃതി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ഡെക്കാൻ പീഠഭൂമി എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? അത് ആനമുടിയാണ്. അതിന്റെ ഉയരവും പഠിക്കണം. 2695. നമ്മളോട് ചോദിച്ച രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ്. ഏതാണ്? നീലഗിരി കുന്നുകളിലെ ദോഡാബെട്ട. അതിന്റെ ഉയരം എത്രയാണ്? 2637. ആനമുടിയുടെ എത്രയാണ്? 2695. ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈ പോയിന്റും കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്